என்றும் என் இயேசுவின் புகழ் என் ஜீவிய காலமெல்லாம் நான் உம்மை பாடுவேன் என்றும் என் இயேசுவின் புகழ் என் ஜீவிய காலமெல்லாம் நான் உம்மை பாடுவேன். நான் உம்மை பாடாமல் என்ன செய்வேன்? ஜீவனும் அனைவரே நான் உம்மை தேடாமல் வேறெங்கு செல்வேன்? என் வாழ்வின் நாயகனே இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் பாப சேற்றில் நின்ற என்னை தூக்கி எடுத்தவனே, சாபங்கள் போக்கி புது வாழ்வு தந்தவரே. பாப சேற்றில் நின்ற என்னை தூக்கி எடுத்தவரே, சாபங்கள் போக்கி புது வாழ்வு தந்தவரே. நான் உம்மை பாடாமல் என்ன செய்வேன்? ஜீவனும் அனைவரே நான் உம்மை தேடாமல் வேறெங்கு செல்வேன்? என் வாழ்வின் நாயகனே இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் நாளெல்லாம் இயேசுவே என் உறைவிடம் இவ்வுலகிலே எந்த நம்பிக்கை தொடருவேன் அவர் அடிச்சுவடே. இனி வரும் കാലിയായ പാത്രത്തിൽ നിന്ന് ആർക്കും ഒന്നും പകർന്നു കൊടുക്കാൻ കഴിയില്ല എന്ന് വായിച്ചിട്ടുണ്ട്. അതെ, നമ്മിൽ നിറഞ്ഞു നിന്നാൽ, നമ്മളാകുന്ന പാത്രം നിറഞ്ഞു നിന്നാൽ മാത്രമേ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് നന്മകളെ പകർന്നു കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കാൻ നല്ല ഫലങ്ങളാൽ നാം നിറഞ്ഞിരിക്കണം. മാവ് നല്ല മാങ്ങ തരും, പ്ലാവ് നല്ല ചക്ക തരും, തെങ്ങ് നല്ല തേങ്ങ തരും. നല്ല വൃക്ഷത്തിന് നല്ല ഫലമുണ്ടാകും. നമ്മൾ എന്നാണ് നല്ല ഫലം കായ്ക്കാൻ തുടങ്ങിയത്? പുതിയ സൃഷ്ടികളായപ്പോൾ. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു. എന്നാൽ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ നാം പുതിയ സൃഷ്ടികളായി. അന്നു മുതൽ നമുക്ക് പുതിയ ഫലമുണ്ട്. മദ്യം, മയക്കുമരുന്ന്, അനീതി, തെറ്റായ ജീവിത ചിന്താഗതികൾ, അശ്ലീലങ്ങളെല്ലാം നമ്മെ വിട്ടുമാറി. നമ്മൾ പുതിയ സൃഷ്ടികളായി മാറി. ഇനി നമ്മിൽ നിന്ന് പുറത്തു വരുന്നത് നല്ല ഫലമാണ്. ഇതാണ് അപ്പോസ്തലന്മാരിലൂടെ കണ്ടത്. പാപിയായ മനുഷ്യൻ എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞ പത്രോസാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്, നിറഞ്ഞ് ഫലം കായ്ക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യത്തെ
10ഓളം അധ്യായങ്ങളിൽ പത്രോസ് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പിന്നീട് അങ്ങോട്ട് പൗലോസ് നിറഞ്ഞു നിൽക്കുന്നു. അപ്പം 2 അപ്പോസ്തലന്മാരുടെ ചരിത്രമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൂടാതെ ഒത്തിരി പേരുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ജനങ്ങൾ പറയുകയാണ്, ഇവർ പുതിയ വീഞ്ഞു കുടിച്ചതാണ്. ഉടനെ ആത്മാവിൽ നിറഞ്ഞ പത്രോസ് ഉടനെ എഴുന്നേറ്റു. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല, ഇത് 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പറഞ്ഞതാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 16 മുതൽ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതായത് അന്ത്യകാലത്ത് ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരുടെ മേലും നിറയുവാനും ഓവർഫ്ലോ ആകാനും കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. എലീശയുടെ കാലത്ത് ഒരു സ്ത്രീ കടക്കണിയിൽപ്പെട്ട് പിള്ളേരെ പോലും കടക്കാർ പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് എലീശയുടെ അടുക്കൽ ചെല്ലുകയാണ്. നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് നിന്റെ ശിഷ്യനായിരുന്നു, എന്നാൽ അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോൾ കടക്കാർ വന്നിരിക്കുകയാണ്. എലീശ ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. എലീശ പറഞ്ഞു, മതി, വീട്ടിൽ ചെല്ല്, ഒരു കുപ്പി എണ്ണയുണ്ടല്ലോ. നമ്മൾ അങ്ങനെയല്ല പറയും, ഒരു കുപ്പിയെ ഉള്ളെന്നേ പറയും. ഒരു കുപ്പി ഉണ്ടല്ലോ, അതാണ് ആത്മാവിൽ നിറഞ്ഞവർക്ക് ഉള്ള പ്രത്യാശ. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 5 അപ്പം 2 മീനല്ലാതെ ഒന്നുമില്ല, 200 പണമല്ലാതെ ഒന്നുമില്ല. ഇല്ല, ഉണ്ടല്ലോ, 5 അപ്പം 2 മീനില്ലേ, മതി. ആത്മാവിൽ നിറഞ്ഞവർക്ക് ചെറിയ കാര്യങ്ങൾ മതി, അതിൽ നിന്ന് വലിയ കാര്യങ്ങൾ കണ്ടുവരും. എന്നാൽ ആത്മാവില്ലാത്തവർക്ക് വലിയ കാര്യങ്ങൾ വേണം, എന്തെങ്കിലും വലിയ കാര്യം നടക്കുവാൻ. അത് ഈ ലോകത്തിന്റെ നിയമങ്ങൾ അതാണ്. എലീശ പറഞ്ഞു, നിന്റെ പക്കൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല, മതി. വീട്ടിൽ ചെന്ന് കതകടച്ച് ദേശത്തുള്ള കാലിപാത്രങ്ങളെല്ലാം വാങ്ങി അതിനകത്തേക്ക് നീ പകരാൻ പറഞ്ഞു. അങ്ങനെ 10-50 ലിറ്റർ വലിപ്പമുള്ള വലിയ പാത്രങ്ങളിലേക്ക്, വലിയ കുടങ്ങളിലേക്ക്, വലിയ ജാറുകളിലേക്ക് എല്ലാം ഈ കൊച്ചു കുപ്പിയിലെ എണ്ണ പകരാൻ തുടങ്ങി. അങ്ങനെ പകരും തോറും ഈ കുപ്പിയിലെ എണ്ണ തീരുന്നില്ല. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിലുള്ളത് ഇങ്ങനൊരു പ്രത്യേകതയാണ്, എത്ര കൊടുത്താലും തീരില്ല. നമ്മളിപ്പോൾ 500-ലധികം എപ്പിസോഡിലേക്ക് വന്നല്ലേ, പറയും തോറും പിന്നെ ഒഴുകുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. അന്ന് പരിവർത്തിച്ച അതേ പരിശുദ്ധ, എലീശയുടെ കാലത്ത് പരിവർത്തിച്ച അതേ ആത്മാവ് ഇതാ പത്രോസ് പകരാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്കറിയാം, പിന്നീട് 3000 പാത്രങ്ങളിലോട്ടാണ് പത്രോസ് പകർന്നത്. എലീശയുടെ കാലത്തുള്ളതിനേക്കാൾ വലിയ അത്ഭുതം. 3000 പാത്രങ്ങളിലേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പത്രോസ് തൻ്റെ മേലുള്ള ആ എണ്ണ അങ്ങോട്ട് പകർന്നു. ഇതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അത് വലിയൊരു ഉറപ്പാണ്. എന്നിലുള്ളത് എത്ര കൊടുത്താലും തീരാത്ത ഒരു എണ്ണയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. എത്ര പകർന്നു കൊടുത്താലും ജ്ഞാനം ഒഴുകിക്കൊണ്ടിരിക്കും, വിവേകം ഒഴുകിക്കൊണ്ടിരിക്കും, കൃപകൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഒറ്റ കാര്യം, പകർന്നു കൊടുത്തുകൊള്ളണം. എല്ലാവർക്കും പകർന്നു കൊടുക്കണം. ഇത് യോവേല് പറഞ്ഞതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കാനാണ് യോവേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. എല്ലാവരുടെ മേലും ഞാൻ വരും. അതിൻ്റെ അർത്ഥം, ഒരാൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് ദാഹത്തോടെ പരിശുദ്ധാത്മാവ് ഒരാളെ കാത്തിരിക്കുകയാണ്. ഒരാളെ കിട്ടാൻ, നിറയ്ക്കുവാൻ, ഒരാളെ കിട്ടുവാൻ പാത്രങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് വരെ
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെക്കാൾ 1000 മടങ്ങൽ അതിലും മുകളിൽ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്മിത്ത് വിഗിൾസ്വർത്ത് ഇങ്ങനെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എന്നെ ചലിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കും. നമുക്ക് പ്രാപിക്കാൻ കഴിയും, നമുക്ക് ശക്തിപ്പെടാൻ കഴിയും, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആളവറ്റ കൃപകൾ അനുഭവിക്കാൻ കഴിയും. കാൽവരി ക്രൂശിൽ യേശു നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പിശാചിന്റെ കയ്യിൽ നിന്ന് യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതന്മാരുമാക്കി. അതുകൊണ്ട് ഈ രാജ്യത്തിലെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എല്ലാവരും ആത്മാവിൽ നിറയണം. ഈ ലോകത്തിൽ അല്ല അങ്ങനെയുള്ളവർ ജീവിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ചിന്തകൾക്കപ്പുറം അമാനുഷികമായ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ചിന്തകളും വാക്കുകളും കൊണ്ട് ഇതാ എല്ലാവരും നിറയുകയാണ്. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പറയുകയാണ്, യോവേലിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ കൊതിയാണ് എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകണം, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവരാകണം. പോരാ, അതിലുപരി എന്താണ്? അടുത്ത വാക്യം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2:17 അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അടുത്തത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പഴയ നിയമത്തിൽ മോശ പ്രവചിക്കുന്നു, അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു, ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. അങ്ങനെ സീസണിൽ 1-2 പ്രവാചകന്മാർ. ശമൂവേലിന്റെ കാലത്ത് ശമൂവേലിന്റെ പ്രവചനം ദാൻ മുതൽ ബേർശേബ വരെ ഒരു വാക്കുപോലും പാഴായില്ല. പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചു. അപ്പോൾ പ്രവചനമെന്ന് പറഞ്ഞാൽ പറയൽ മാത്രമല്ല, പറഞ്ഞു കഴിയുമ്പോൾ അത് ആക്റ്റീവാകും. ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ സഖരിയാവിനോട് പറയുകയാണ്, സഖരിയാവിന്റെ അടുക്കൽ വന്നൊരു പ്രവചനം പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് ജനിക്കും, വാർദ്ധക്യകാലത്ത് എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അവൻ കർത്താവിന് വഴിയൊരുക്കുന്നവനാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ സഖരിയാവിനൊരു സംശയം. കാരണം കുറേ കാലം ആത്മീക ജീവിതത്തിലുള്ളവർക്ക് ഇനി സ്വർഗത്തിലെ ദൂതം വന്നാലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഭയങ്കര തിയോളജി തലയെ കയറി പിടിച്ചിരിക്കുക. ഇതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും പ്രായം കുറേ ആയതാണ്. ഉടനെ ഗബ്രിയേൽ പറയുന്നുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. തക്ക സമയത്ത് നിവർത്തിയാകേണ്ട ആലോചന നീ അവിശ്വസിച്ചത് കൊണ്ട് ഇത് സംഭവിക്കും വരെ നീ ഊമനായി പാർക്കാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് ജനിക്കും വരെ സഖരിയാവ് ഊമനായി പാർത്തു. എന്താ കാര്യം? ഒരു പ്രോഫസി എന്തിനാണ് കേൾക്കുന്നത്? ഒരു പ്രവാചകൻ ആത്മാവിൽ നിറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഉടനെ അതിൻ്റെ ഫലം കാണും. ജീസസ് എവരിഡേ കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, ആത്മാവിൽ പറയുന്ന വാക്കുകളാണ്. ഇത് പഠിച്ചു പറയുന്ന വാക്കുകളല്ല, ഇത് ആത്മാവിൽ പറയുന്നതായതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ഉടനെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. പരിശുദ്ധാത്മാവ് ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പമെന്ന്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഇത് എങ്ങനെ വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലുമാണ്. നിങ്ങളെപ്പോൾ ഇതിനെ വിശ്വസിക്കുമോ? കേൾക്കുന്ന ദൂതുകൾ ഇതെൻ്റെ കാര്യമാണ്, എനിക്ക് വേണ്ടിയാണ്, എന്നോടാണ്, ഇതിന്ന് നടക്കും, ഇപ്പോൾ നടക്കും, ഞാനതിനെ സ്വീകരിക്കുന്നു, എൻ്റെ വീട്ടിലെ കാര്യമാണ്, ഇന്ന് എനിക്ക് വിടുതലാണ് ഒന്ന് പറയാമോ? അതുപോലെ ആത്മാവ് ചലിക്കും, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കും. ഇത് കേൾക്കുന്നവർക്ക് ഇത് വിശ്വാസമാകും.
അത് ഉപകാരമായി തീരും. ആത്മാവിൽ നിറഞ്ഞ് പറയുന്ന ഓരോ വചനങ്ങളും അതുപോലെ അതിൻ്റെ ഫലം കൊണ്ടുവരും. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളെ പുത്രീപുത്രന്മാർ പ്രവചിക്കും. എന്തിനാ പ്രവചിക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ, പുത്രീപുത്രന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. അവര് പറയുന്നതെല്ലാം നടക്കുന്ന കാര്യമായിരിക്കും. ഇതുവരെയും പുത്രീപുത്രന്മാർ നടക്കാത്ത കാര്യം പറഞ്ഞെങ്കിൽ ഇനി മുതൽ അവർ പറയാൻ പോകുന്നത് ഈ അസ്ഥികൾ ജീവിക്കും, അതൊരു സൈന്യമായി എഴുന്നേറ്റ് വരും. ഒരിക്കലും പറയാത്ത നിലയിലുള്ള വാക്കുകൾ അവർ പറയാൻ തുടങ്ങും. ഇല്ലാത്ത കാര്യങ്ങളെ വിളിച്ചു വരുത്തും. അതിൻ്റെ പേരാണ് പ്രവചനം. ഒരിക്കലും ഇല്ലാത്തതും ഇതുവരെ കാണാത്തതുമായ കാര്യം അത് നടക്കുന്നതിന് മുമ്പേ നേരത്തെ വിളിച്ചു പറയുന്നതിൻ്റെ പേരാണ് പ്രവചനം. പ്രവചനം അത് സംഭവിച്ചതല്ല, അത് കണ്ടു പറയുന്നതല്ല, ആത്മാവിൽ കണ്ടു പറയുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ കണ്ടു പറയുന്നതല്ല, ആത്മാവിൽ. ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ അസാധാരണ വിടുതലുകൾ നടക്കും. നിങ്ങൾ ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിലാണ്. നിങ്ങളുടെ വീടുകളിൽ മെയ് മാസത്തിലേക്ക് കയറുന്നതിന് ഉള്ളിൽ, ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം തീരുന്നതിനുള്ളിൽ നിങ്ങളുടെ വീടുകളിൽ അസാധാരണമായ വിടുതലുകൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നന്മകൾ കാണും. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീടുകളിൽ അഭിവൃദ്ധികൾ വരും. ഇല്ലാത്തതെല്ലാം കടന്നു വരാൻ പോകുന്നു, നന്മകൾ കടന്നു വരാൻ പോകുന്നു. ഇതുവരെ ഇല്ലാത്ത തിന്മ കയറിയെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ നിർത്തൽ ചെയ്യുന്നു. പകരം ഇല്ലാത്ത അനുഗ്രഹങ്ങളേക്ക് ആ അനുഗ്രഹങ്ങളെ ഞാൻ വിളിച്ചു വരുത്തുന്നു. നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശുവിൻ നാമത്തിൽ അത് വരട്ടെ. അതിൻ്റെ പേരാണ് പ്രവചനം. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ കടബാധ്യതകൾ മാറും. നിങ്ങളുടെ തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകും. നിങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസങ്ങളായി മാറും. വിദേശ യാത്രകൾ ഉണ്ടാകും. തലമുറകളില്ലാത്ത പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടാകും. തലമുറയല്ല, തലമുറകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം തിരിച്ചു കിട്ടും. നിങ്ങളുടെ നഷ്ടങ്ങൾ ലാഭമാകും. നിങ്ങളുടെ വിലാപങ്ങൾ നൃത്തമാകും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട് വിശ്വസിക്കാനായിട്ട് കുറച്ചു പേര് ഇതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അവരുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. ശരീരങ്ങളിൽ സൗഖ്യം ഉണ്ടാകട്ടെ. മനസ്സിൽ സൗഖ്യം ഉണ്ടാകട്ടെ. സാമ്പത്തികമായ മേഖലകളിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. നിന്ദകൾ മാറട്ടെ. വലുത് സഫലമായ വാതിൽ തുറക്കട്ടെ. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക. ഇല്ലാത്തതിനെ കർത്താവ് ഉളവാക്കി നമ്മുടെ വീടുകളെ നന്മകൾ കൊണ്ട് നിറയ്ക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.